വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ബിക്കോസ് ഇന്ന് നമ്മുടെ അദ്രിപ്പൊന്നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ അദ്രിപ്പൊന്നിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്തായിരുന്നു. അതായത് ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടായിരുന്നല്ലോ നമ്മുടെ ചാനലിൽ. അപ്പം അന്ന് അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് അവൻ്റെ ബർത്ത്ഡേ വ്ളോഗിലായിരിക്കും കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിനൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. എൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് സ്യൂട്ട് ആട്ടതാ ഇത്. എന്തുവാ? അപ്പം അദ്രിപ്പൊന്നിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കുകയാണ് ഗൈസ്. ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുക. കോട്ടിട്ട് കേട്ടോ. അദ്രി കോട്ടിച്ചിരി ലൂസാ. അപ്പൊ അദ്രിയുടെ ബർത്ത്ഡേക്ക് അവ്യൂട്ടൻ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതാട്ടോ അവ്യൂട്ടൻ എടുത്തത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ April 24 അദ്രിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ April 21 ആണ് ഇന്ന്. അപ്പം ഇന്ന് നമ്മൾ അമ്മയുടെ വക അദ്രിക്ക് കൊടുക്കാനുള്ള ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. എന്നാ അദ്രിയുടെ ബർത്ത്ഡേ? അദ്രി ജനിച്ചൊരു വർഷം കഴിയുമ്പോൾ ഡേറ്റ് പറയടേ. April 24. അനിമാവ എവിടെ പോവാ? നമ്മൾ അദ്രിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു. നമ്മൾ എവിടെ പോന്ന? ഏത് കട? ജോളി സിൽക്സ്. അപ്പൊ നമ്മള് ജോളി സിൽക്സിലാണ് പോകുന്നത്. അപ്പൊ നമ്മള് ജോയലക്കാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ജോയലക്കാസ്, ജോളി സിൽക്സ് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഉള്ളിക്ക് കയറാം. നമ്മുടെ അദ്രിപ്പൊന്നിൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാം. 3rd ഫ്ലോറിലാണ് കൊച്ചു പിള്ളേരുടെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ബ്ലൂം പറ, ബ്ലൂം 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 പറ, അപ്പൊ പറ ബ്ലൂം. നമ്മളിതൊരു കോട്ട് പോലത്തെ കേട്ടോ നോക്കുന്നത്. നമ്മൾ കറക്റ്റ് ഒരു വയസ്സിൻ്റെ അല്ല നോക്കുന്നത്, ഇച്ചിരി കൂടെ വലുത്. അപ്പം അവന് ഇച്ചിരി കൂടെ വലുതാവുമ്പം ഇട്ടാൽ കറക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്താണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ അമ്മയാണോ ഇവളാണോ ഗിഫ്റ്റ് എടുക്കുന്നത്? ഇവിടെ അമ്മ ഒരെണ്ണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പറയുമ്പോൾ ഗൈസ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം പറയുമ്പോൾ ഇവള് വേണ്ടാന്ന് പറയും. ഇവളാരാ? പപ്പടം. ഇപ്പം അമ്മയ്ക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഇവിടെ ഈ സാധനം ഉണ്ട് കേട്ടോ, സാധാ കോട്ടും സ്യൂട്ടും. ഇത് ഈ കളറും ലാവൻഡറും ഈ ഒരു പച്ചയുണ്ട്. പിന്നെ ഇവിടെ ഇതിനെന്തോടി പറയുന്നത്? ഷേർവാണി ഉണ്ട്. കുത്തി അപ്പൊ കുത്താ നീ. അയ്യോ, കുത്ത മോഡലല്ലേ ഇത്. സത്യത്തിൽ ഒരു പച്ചയാണ്, പക്ഷെ ക്യാമറയിൽ നീല കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. നോക്കട്ടെ, ഫുള്ള് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ പാൻ്റ് ഉണ്ട്. നമുക്ക് ഈ ചേച്ചി എടുത്ത് തന്ന. സോ ഗൈസ്, അപ്പോൾ ഇന്ന് April 24 അദ്രിയുടെ ബർത്ത്ഡേ ആണ്. കനവുകൾ തേയ്താതെன்று கலங்கிடக்கூடாதென்று தினம் தினம் இரவு வந்து தூங்கச் சொல்லியதே. எனக்கென உன்னை தந்து உனக்கிரு கண்ணை தந்து அதன் வழி எனது காணா காணச் சொல்லியது. நீ அடம் பிடித்தாலும் அடங்கி போகின்றே. உன் மடி மெத்தை மேல் மடங்கிக் கொள்கின்றே. தனத்தானன தரணம் தம் தனத்தானன தரணம் தம் தனத்தானன தரணம் தம் தனத்தாനന തരണം തം. സോ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ഉച്ച സമയമാണ്. സെലിബ്രേഷനൊക്കെ വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഉച്ചക്കാലത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം ഞാനും അമ്മയും അനുവും കൂടാണ് പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ കൂടെ ചുറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 3 പേരും കൂടാണ് പോകുന്നത്. നമ്മൾ കാറിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ
വീട്ടിലോട്ട് പോവാം. ഹാപ്പി ബർത്ത്ഡേ അദ്രി, ഹാപ്പി ബർത്ത്ഡേ അദ്രി. ഫസ്റ്റ് ബർത്ത്ഡേ ആണോ? കൊച്ചു പാപ്പം കഴിക്കുന്നു, പപ്പടം എന്തോന്നു കഴിക്കും. നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടിയാണ് ഇതൊക്കെ. ഇപ്പൊ ഇവിടെ അവന്തി വന്നിട്ടുണ്ട്, ഓരോരുത്തരെ കാണിച്ചു തരാം. അബിയുണ്ട്, മുത്തുണ്ട്. അടുക്കളയിലോട്ട് പോവാണെങ്കിൽ ഭയങ്കര ഈ കാത്തു ചേച്ചിയാണ്. ഇവിടെ ഗീതാൻ്റെ ഇവിടെ ജോലി എടുക്കുന്നു. ഭയങ്കര ജോലിയാ. അവരൊക്കെ ഇന്ന് വന്നു. ചേച്ചി ആദ്യമായിട്ടാണ് കാണുന്നത്. ഡേ ഇങ്ങോട്ട് നോക്ക്, കൊട്ടാരക്കര തണ്ട കൊച്ചു കൊട്ടാരക്കര തൊട്ട്. ഇത് കാത്തു ചേച്ചിയുടെ കുട്ടി കല്ലു. ഹായ് പറ. സോ ഇത് അവ്യൂട്ടന്റെ ഗിഫ്റ്റ് ആണ് അദ്രിക്കുള്ളത്. നിനക്ക് സന്തോഷമുണ്ടോ? ഇവനിതൊന്നും വേണ്ട, എന്നാ പിടിച്ചോ. ഹായ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് അവന്തിക. എന്റെ നിന്റെ അമ്മ കോപ്പി അടിച്ചു. നോക്കേ. സോ ഗൈസ്, നമ്മുടെ കുട്ടത്ത് ചേച്ചിയുടെ ഹസ്ബൻഡ് ലാൻഡ് ചെയ്തു. ഹായ്. ഇവരിവിടെ കളിക്കുകയാണ്. കൊള്ളതോ വലിച്ചിളക്കി. ചേച്ചി എന്ത് വാങ്ങ് കൊച്ചിന്റെ അമ്മ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് ഓക്കെ ഗൈസ്, നമുക്ക് കഴിക്കാം. സോ ഗൈസ്, നമുക്ക് വിളമ്പി തന്നവരൊക്കെ ഇപ്പൊ കഴിക്കുന്നു. ഞങ്ങളെല്ലാം തീർത്ത്, ഇവർക്കൊന്നുമില്ല. കുട്ട ചേച്ചി മതി വായി വെച്ചത്. ഗൈസ്, കുട്ടപ്പെണ്ണം വന്നു. ഗീതാന്തി ഉണ്ട്. പിന്നെ ഇവിടെ അദ്രിപ്പൊന്നെ ഉറങ്ങി. ഇവിടെ അമ്മ പിന്നെ വേണ്ട കുമ. ഇവരുടെയൊക്കെ ട്രാൻസിഷൻ എടുക്കും കേട്ടോ. അനു കല്ലൂസ് ഉണ്ട് ഇവിടെ. കല്ലൂസ് ആദ്യമായിട്ട് എന്നെ കണ്ടപ്പം എന്നെ മിണ്ടില്ല, എൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ കമ്പനിയായി അല്ലേ? എനിക്കിപ്പം കല്ലു ഒരു ഉമ്മ തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ ട്രാൻസിഷൻ എടുത്തോണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും ഇവിടെ വെറുതെ നോക്കിയിരിക്കുന്നല്ലേ? കല്ലുവിന്റെ അടുത്ത്. കല്ലു ഇപ്പം ഇനി 1ാം ക്ലാസ്സിലോട്ടോ, ഇനി UKG-ലോട്ട്, ഇനി 7-ലോട്ട്, 6-ലോട്ട്. സോറി, അവ്യു ഇനി 2-ലോട്ട്. നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ നമ്മളിനി പോവാൻ പോവാണ്. ഇത് നടക്കുന്നത് സൗപർണിക ഒരു ഹോട്ടൽ, ബാർക്കം ഹോട്ടലാണ് കേട്ടോ. അവിടെ വെച്ചാണ് നടക്കുന്നത് പരിപാടിയെല്ലാം. അപ്പോൾ എല്ലാം നമുക്ക് നേരെ സെലിബ്രേഷൻസിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ സൗപർണിക ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഇവിടെ കുതിര വന്നു. ഇപ്പം കയറി നോക്കിയിരിക്കും. വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച്. അപ്പം നമ്മൾ ബാർ നമുക്ക് മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. കുട്ടേച്ചി പച്ചക്കിളി, കാത്തു ചേച്ചി പച്ചക്കിളി. ഇതാരാ? കൊച്ചിൻ്റെ അമ്മ. സോ ഗൈസ്, നമ്മൾ അദ്രി പൊന്നി ഇവിടെ ഉണ്ട്. അപ്പം ഇതായിട്ട് നമ്മുടെ ഹോള്, ബർത്ത്ഡേ ഹോള്. ഹായ്. വീട്ടിൻ്റെ ഫോട്ടോഷൂട്ട് കിടക്കുക.
എൻ്റെ ഫോട്ടോഷൂട്ട് നടക്കട്ടെ ഇവിടെ. കല്ലു സുന്ദരി ആയിട്ടുണ്ട്, കുമ്പടത്തെ സുന്ദരി. അവിട്ടന് അതിരി ആയിട്ടുള്ള ഷൂട്ടാട്ടാ. അമ്മയും കുമാരിമാമിയും നന്ദൻ ചേച്ചിയും കാണാം. പിന്നെ അവിടെ അനുവും ശ്രീതു ചേച്ചിയും അമൽജിത്ത് അണ്ണനെയും കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക് വന്നിട്ട് കണ്ടോ. ഇവിടെ മഫിൻസ് ഉണ്ട്. അപ്പം ഇത് അടുത്ത് കേക്ക്. ഇപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. കുമാരിമാമിയും അദ്രിപ്പൊന്നും ഉറങ്ങി. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണം, നമുക്ക് പോവാം. കിട്ടി. സോ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. അവരെല്ലാവരും കയറി എൻ്റെ കൈ കഴിവ് കേട്ടോ. നമ്മൾ പോകും. ഗൈസ് നമുക്ക് ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, അച്ചാറ്. കഴിച്ചോ? നമ്മളെ വിളിക്കാതാന്ന് വന്ന് കഴിച്ച. സോ ഇവരോട് നമുക്കൊരു കണക്ഷനും ഇല്ല, ഇവർ തമ്മിൽ നമ്മളൊരു ബന്ധവുമില്ല. ഗൈസ് എൻ്റെ സബ്സ്ക്രൈബറായത്. എന്താ പേര്? എൻ്റെ പേര് ദുൽഖർ. ഓ ദുൽഖർ. ഗൈസ് നമ്മുടെ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബറെ, എല്ലാ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. കൊള്ളാമോ വീഡിയോ ഒക്കെ? സൂപ്പർ അല്ലേ? ഇനി നമ്മൾ വീഡിയോ എടുക്കും. ദോണ്ടെ വിളിക്കും. പേടിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്മലൂടെ താഴോട്ട് കൊണ്ടുവിടാൻ പോകും. ഗോയിങ്. ചേച്ചി കഴിക്കുന്നു. ഇതൊരു കാത്തു ചേച്ചി കേട്ടോ. ഓക്കെ, ഞാൻ വിനോദെണ്ണം കഴിച്ചു, കുട്ടു കഴിച്ചു, പിന്നെ അമ്മ മോള് കഴിച്ചു.
അതിരിപ്പാൻ എന്ത് പാ കഴിക്കുന്ന മതി. സോ ഗൈസ് ഇത് 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 അണ്ണാ പറഞ്ഞുവിടണ്ണാ. ഇത് കൊല്ലത്തിന്റെ ലീഡർ മില്ലേനിയർ സിനാദക്ക. ഒരേ ഒരു മില്ലേനിയറിന്റെ ഭാര്യ ജാസ്മിത്ത. ഹലോ ഗൈസ്, നമ്മളിവിടെ ചൂടെടുത്ത് മരിക്കുന്നു. ചേച്ചി ദാ ഇവിടെ ഇരിക്കുന്നു. ഗൈസ്, ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. സബ്സ്ക്രൈബ് എത്ര ആണെങ്കിലും ചെയ്തു. അവരുടെ ഇത് സൂപ്പർ. தமிழ் தெரியாதா ஹிந்தில കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുക. സോ ഗൈസ്, നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഡാൻസ്, കേക്ക് കട്ടിങ്, എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. സൂപ്പർ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോഴാണ് വീട്ടിൽ വരുന്നത് ഗൈസ്. സോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഡാൻസ് കളിച്ചില്ല എങ്കിലും എനിക്ക് വയ്യ. അദ്രിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ അടിച്ച് പൊളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ വ്ലോഗ്. ബൈ. പകലും
ഇരവും വെറുതെ ഒഴുകി ഉടലും ഉയിരും അറിയാതുരുകി ഇനിയുണരുമ്പോഴൻ പകൽ തൊടും ഇതളേ ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീയിൻ അർത്ഥം കാണാതെ ഇനി